വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നിങ്ങൾക്ക് റമളാൻ മാസം നോമ്പ് നിർബന്ധമാക്കി എന്നാണ്. എന്നാൽ ആ റമളാൻ എന്താ? ആ റമളാൻ എന്തിനാ? ആ റമളാന്റെ ശ്രേഷ്ഠത എന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. റമളാൻ ഒന്നായില്ല. ശഅബാന്റെ 30ന്റെ ദിവസത്തിലാ റസൂലുള്ളാഹി തങ്ങൾ വഅദ് നടത്തുക. ഹബീബായ തങ്ങൾ വിളിച്ചത് എങ്ങനെയെന്നറിയുമോ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മദീനക്കാരുണ്ട്, അൻസാരികളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കയിൽ അവരുടെ വിധങ്ങളുടെ കൂടെ വന്ന ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ എല്ലാവരും ഉണ്ട്, മുഹാജിരീങ്ങളുണ്ട്. ഹബീബായ തങ്ങളാണ് വഅദ് പറയുക. ഹബീബായ തങ്ങൾ ഉപയോഗിച്ച ഭാഷ എന്തെന്നറിയോ? ഖദ് അളല്ലകും ശഹ്റു റമളാൻ, ഖദ് അളല്ലകും ശഹ്റു റമളാൻ. ഇതാ ഒരു മാസം കടന്നു വരികയാണ്. നിങ്ങൾക്ക് തണുപ്പേകുന്ന, ആശ്വാസമേകുന്ന, തെറ്റുകളുടെയും തിന്മകളുടെയും അന്ധകാരത്തിന്റെയും അധാർമികതയുടെയും ചൂഷണത്തിന്റെ ഇടയിൽ അകപ്പെട്ടു പോയ മനുഷ്യരെ സമാധാനത്തിന്റെ സന്ദേശമായി, സൗഭാഗ്യത്തിന്റെ ദിനരാത്രങ്ങളായിട്ട് ഇതാ ഒരു റമളാൻ കടന്നു വരികയാ. ശഹ്റുൻ ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ. കളിക്കാനും പാട്ടുപാടാനും തമാശ പറയാനുമുള്ള നേരമല്ല. എത്രയോ പേര് മരിച്ചുപോയി എന്നറിയുമോ? കഴിഞ്ഞ വർഷം സൗത്ത് വിടവൂരിന്റെ പള്ളിക്ക് ചുറ്റുഭാഗവും ജീവിച്ചിരുന്ന, നിങ്ങളുടെ അടുത്തിരുന്ന് വാള കേട്ട കഴിഞ്ഞ വർഷം എത്രയോ പേര് നീ വിടവൂര് മണ്ണിന്റെ ഖബറിന്റെ ഉള്ളിലാ. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കൂ. ഇന്ന് ആയുസ്സോടുകൂടി കസേരയിൽ ഇരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്ന നിങ്ങള്, അള്ളാഹു തരുന്ന സൗഭാഗ്യമാണ്. കണ്ടുപോകാമായിരുന്നല്ലോ, പടച്ചവന് കൊണ്ടുപോകാമായിരുന്നല്ലോ. കൂടെയുള്ളവൻ ക്യാൻസർ വന്നും ട്യൂമർ വന്നും അറ്റാക്ക് വന്നും സൈലന്റ് അറ്റാക്ക് വന്നും അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയപ്പോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, കയ്യോ കാലോ ഒടിയാതെ, കണ്ണിന്റെ കാഴ്ച പോവാതെ, ബുദ്ധിയുടെ ഭ്രമം തെറ്റിപ്പോവാതെ അല്ലാഹു ആയുസ് തന്ന മനുഷ്യ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുത്ത വർഷം ഇങ്ങനെ ഇരിക്കുമോ എന്നൊരു ഉറപ്പുമില്ലല്ലോ. ഇങ്ങനെ വാള് പറയുമോ എന്ന് ഉറപ്പുമില്ലല്ലോ. ചിലപ്പോ ഞാനോ നിങ്ങളോ ഖബറിന്റെ ഉള്ളിലാകാ. അങ്ങനെയാണെങ്കിൽ ഇത് അവസാനത്തെ റമളാൻ പ്രഭാഷണമാ, അവസാനത്തെ റമളാന്റെ മുന്നൊരുക്കമാ. അങ്ങനെ കരുതിയിരിക്കുവാപ്പാ. കാരണം മുൻകാലങ്ങളിൽ പോലെയല്ല. വാദിന്റെ വേദിയിൽ കാരണവന്മാരായ ആളുകളുടെ എണ്ണം കുറഞ്ഞു. താടി നിറച്ച മുടി നിറച്ച വാപ്പമാരില്ലാത്ത കാലഘട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം യുവാക്കളായ ചെറുപ്പക്കാരും മധ്യവയസ്കരും മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. വയോവൃദ്ധരായ ആളുകൾ എവിടെ? പാവങ്ങളായ സ്വാലിഹീങ്ങൾ എവിടെ? കൂടെ ഉണ്ടായിരുന്ന മുത്തഖീങ്ങൾ എവിടെ? കൂടെ ജോലി ചെയ്തവരും കൂടെ പഠിച്ചവരും എവിടെ? അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കൂ. വരാൻ പോകുന്ന ചെറിയ മാസമല്ല, അശ്രദ്ധമായിട്ട് കിടന്നുറങ്ങേണ്ട മാസമല്ല, എടാ കുറെ തിന്നേണ്ട മാസമല്ല, നോമ്പ് പിടിച്ചിട്ട് വിശന്ന് പട്ടിണി കിടന്നിട്ടു കുറെ പോയി തിന്നർമാദിക്കേണ്ട മാസമല്ല. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? ശഹ്റുൻ നളീം. ഇത് വണ്ണമായ മാസമാ. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീളാ. അതിലുള്ള നോമ്പുകളൊക്കെ ഫർളാണ്, ഫർളാ. വഖിയാമു ലൈലിഹി തതവ്വാ. ആ രാത്രിയിലുള്ള നിസ്കാരങ്ങളെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം, തറാവീഹ് നിസ്കാരങ്ങളെല്ലാം തതവ്വാ. അത് സുന്നത്താണ്, സുന്നത്താണ്, സുന്നത്താണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തെന്നറിയുമോ? من تقرب فيه بخصلة كان كمن نداها فريضة فيما سواه. ഈ റജബിലും ശഅബാനും ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലുള്ള ഫർദിന്റെ അമലുകളുടെ പ്രതിഫലങ്ങളല്ല സഹോദരങ്ങളെ, സഹോദരങ്ങളെ. വമൻ നദ്ദാ ഫരീളാ. റമളാന്റെ ഒരു സുബ്ഹി നിസ്കരിച്ചാലോ കാന കമൻ നദ്ദാ 70 ഫരീളാ. 70 ഫർള് ചെയ്തതിന്റെ കൂലിയാ. 70 മുതൽ 700
700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന അമലാണ് ഫർദ് നിസ്കാരമെങ്കിലും ഓരോ സുന്നത്ത് നിസ്കരിച്ചാലോ അതിന് ഫർദിന്റെ കൂലിയാ. പ്രതിഫലങ്ങളുടെ പെരുമഴക്കാലം ഇങ്ങ് കടന്നു വരികയാ. മാസപ്പിറവി കണ്ടു, സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാ. മാസപ്പിറവി കണ്ട ഈ രാത്രിയിലുണ്ടല്ലോ, ആ പുണ്യമായ രാവിലുണ്ടല്ലോ, നജീബുദ്ദീൻ ഉസ്താദ് പള്ളിയിൽ വിളിച്ചു പറയുകയാ, നാളെ റമളാൻ ഒന്നാണെന്നോ. നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കൂ, കറുകറുത്ത ആകാശത്തെ കണ്ടോ? കറുകറുത്ത ആകാശത്തെ കണ്ടോ? പാതിരാത്രിയിൽ നിൽക്കുന്ന ഈ ആകാശമണ്ഡലങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് സഹോദരങ്ങളെ. എല്ലാം അല്ലാഹു കൊട്ടിയടച്ചിട്ടിരിക്കുകയാ. എന്നാൽ ഇതാ ദഖല റമളാൻ, ഇതാ ദഖല റമളാൻ. സഹാബാക്കൾ എല്ലാവരും നിശബ്ദതയോടെ ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയാ. ആരുടെയും ശ്രദ്ധ മാറി പോകുന്നില്ല. ഫുതിഹത് അബ്വാബുൽ ജന്നാ, സ്വർഗീയ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാ. ദിവസവും അടഞ്ഞു കിടക്കുകയായിരുന്നു സ്വർഗത്തിന്റെ വാതിലെന്ന്. അതേ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക പടച്ച തമ്പുരാൻ. എന്നാൽ റമളാനായാലോ ഫുതിഹത് അബ്വാബുൽ ജന്നാ, സ്വർഗീയ വാതിലുകളെല്ലാം അല്ലാഹു തുറന്നിടുകയാണ്. വഉല്ലിഖത് അബ്വാബു ജഹന്നമ, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടയ്ക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയാ, ഇന്നൽ ജന്നത ലതുബഖറു, ആ സ്വർഗം എങ്ങനെയെന്നറിയോ? അതിന്റെ ചുറ്റും ഇങ്ങനെ ബഖൂർ പോയിക്കുകയാ, സുന്ദരമായി ഇങ്ങോട്ട് പോയിക്കുകയാ. വതുസയ്യനു മിനൽ ഹൗലി, അതിന്റെ ചുറ്റും ഇങ്ങനെ മോടി പിടിപ്പിക്കുകയാണ്. എന്ന് മുതലെന്നറിയോ? കഴിഞ്ഞ ശവ്വാൽ മുതലേ തുടങ്ങിയതാ. എന്തിനാ മോടി പിടിപ്പിക്കുന്നത്? ലിദുഖൂലി റമളാൻ കടന്നു വരാൻ വേണ്ടിയാണോ? റമളാൻ കടന്നു വരാൻ വേണ്ടി അല്ലാഹു ഒരുക്കുകയാ സ്വർഗത്തെ. ഞാനും നിങ്ങളും ഒരുങ്ങിയോ പ്രിയമുള്ളവരെ? വീട് കഴുകിയോ പ്രിയമുള്ളവരെ? വസ്ത്രങ്ങൾ കഴുകി മടക്കി വെച്ചോ പ്രിയമുള്ളവരെ? ആരോഗ്യത്തോടു കൂടി ഒന്ന് നോമ്പ് പിടിക്കാൻ, നോമ്പിനെ കൊണ്ട് സുന്നത്ത് നോമ്പായിട്ട് ഒന്ന് പരിശീലനമെങ്കിലും നടത്തിയിട്ടുണ്ടോ നമ്മളോ? നിസ്കാരം ഒന്ന് കൃത്യമാക്കിയിട്ടുണ്ടോ? ഒന്ന് തൗബ ചെയ്ത് ഖൽബൊന്ന് ശുദ്ധിയാക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ അപകടമാണ്. റമളാന്റെ സുഖം എനിക്കും നിങ്ങൾക്കും കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഹബീബായ തങ്ങൾ പറയാ, ഫുതിഹത് അബ്വാബുൽ ജന്നാ വഉല്ലിഖത് അബ്വാബു ജഹന്നമ. ആ രാവിലുണ്ടല്ലോ, ഒന്നാമത്തെ രാവിലുണ്ടല്ലോ, ആ രാവ് തന്നെ വല്ലാത്ത രാവാണ്. ഞാനും നിങ്ങളും ആകാംക്ഷയോടെ ഇരിക്കണേ പ്രിയപ്പെട്ടവരെ, ആകാംക്ഷയോടുകൂടി ഇരിക്കണേ സഹോദരങ്ങളെ. ആ രാത്രിയാകുമ്പോ അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു കാറ്റടിക്കുമെത്രേ, അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു കാറ്റും അടിക്കുമെത്രേ. യുഖാലു ലഹാ അൽ മുസീറ, മുസീറ എന്നാണ് ആ കാറ്റിന്റെ പേര്. വതസ്ഫിഖു വറഖാതി അശ്ജാരിൽ ജിനാൻ വഹുലിഖൽ മസാരി. ആ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ കാറ്റിന്റെ സ്വർഗത്തിന്റെ വൃക്ഷത്തിലുള്ള ഇലകളും അതിലുള്ള ആ സ്വർഗത്തിലുള്ള വാതിലുകളുടെ വളയങ്ങളിൽ ഇങ്ങനെയെല്ലാം മെല്ലെ ആടിയിട്ടു ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നതാ. ഒരു വല്ലാത്ത മനോഹരമായ ശബ്ദം കേൾക്കുകയാ. ലം യുസ്മഅ സാമിഉ അഹ്സന മിൻഹു, അതിനേക്കാൾ മനോഹരമായ ഒരു ശബ്ദവും അന്നുവരെ ആരും കേട്ടിട്ടില്ല. എന്നിട്ടോ ഫതബ്റുസുൽ ഹൂറുൽ ഐൻ, ഈ ഭൂമിയിലുള്ള അവസ്ഥ എന്തെന്നറിയോ? സ്വർഗമെല്ലാം ഇങ്ങനെ അലങ്കരിക്കപ്പെടുമ്പോ ഞാനും നിങ്ങളും സൗത്ത് വിടവൂര് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാ. പെങ്ങളെ, നിസ്കാര കൂപ്പായമൊക്കെ ഒന്ന് കഴുകി വെക്കൂ, മുസല്ലയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കൂ. കാരണം വരാൻ പോകുന്ന റമളാൻ ഒരുപക്ഷെ അവസാനത്തെ റമളാനാണെങ്കിലോ. അങ്ങനെ വേണം ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇനി ഒരു റമളാൻ
റമദാൻ എനിക്കില്ലെങ്കിലോ ഈ റമദാനെങ്കിലും എനിക്ക് കിട്ടണമല്ലോ. കഴിഞ്ഞ റമദാനൊക്കെ കിട്ടിയോ എന്നൊരു ഉറപ്പുമില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ നഷ്ടമായി പോയല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ, ഫതബ്റുസുൽ ഹൂറുൽ ഐനു ഹത്താ യഖ്ഫിന ബൈന ശറഫിൽ ജന്നാ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഹൂറിനീങ്ങൾ വന്ന് നിന്നിട്ട് പറയും എത്രേ, സുബ്ഹാനല്ലാഹ്, ആരാ ഹൂർലിങ്ങൾ എന്നറിയോ? എന്റെ പെങ്ങളെ ആരാ ഹൂർലിങ്ങൾ എന്നറിയോ? ചുണ്ടിന്റെ വെളിയിൽ പല്ല് കണ്ടതു കൊണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഹൂർലിങ്ങളുടെ പല്ല് കണ്ടിട്ട് ജിബ്രീല് പോലും മന്ദം വിട്ടുപോയ ആ ഹൂർലിങ്ങളെ പറ്റിയാ പറയുന്നത്. മലിനങ്ങളില്ല, ശുദ്ധി എപ്പോഴുമുണ്ട്. മണവസ്തു പൂശ എപ്പോഴും മണമുണ്ട്. ഹൈദില്ല, നിഫാസില്ല, അശുദ്ധികളില്ല, മോശമായ ദുർഗന്ധങ്ങളില്ല. മണവസ്തു പൂശാതെ സുന്ദരികളായ തരുണീമണികളായ അലങ്കാരത്തിന്റെ ഏറ്റവും വലിയ ആവിർഭാവമായി സ്വർഗത്തിൽ ഉദിക്കുന്ന സുന്ദരികളായ തരുണീമണികൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാ എന്താ റബ്ബേ ഈ രാത്രി, എന്താ റബ്ബേ? അല്ലാഹ് അവരോട് പറയാ, റമളാന്റെ ഒന്നാമത്തെ രാവാ. ഭൂമിയിൽ ആകാശത്തുനിന്ന് ഭൂമിയിലോട്ട് നോക്കുമ്പോ ഭൂമിയിലെ ചില പള്ളികൾ ഇങ്ങനെ തിളങ്ങുകയാണോ? ലൈറ്റിന്റെ തിളക്കമല്ല. പാവങ്ങളായ ആളുകള് സൗത്ത് ബിടവൂരിലെ ഏറ്റവും പ്രായമുള്ള വാപ്പാ ഭാര്യയോട് പറയാ, പെണ്ണെ വടിയെടുക്കു, പെണ്ണെ പെണ്ണെ ടോർച്ചിങ് എടുക്കു, പെണ്ണെ ഞാനൊന്ന് പള്ളിയിൽ പോകട്ടെ, റമളാനായല്ലോ. മഗ്രിബിനെ വീട്ടിൽ നിന്ന് വാപ്പ മഗ്രിബിന്റെ സമയം കഴിയുമ്പോ തന്നെ ഇറങ്ങുകയാ. മഗ്രിബ് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയതാ. അപ്പോഴാ റമളാൻ ഒന്നും അറിഞ്ഞത്. കേട്ടപാട് നല്ല വസ്ത്രം ധരിച്ചിറങ്ങുകയാ, സുന്ദരനായി ഇറങ്ങുകയാ, ആവേശത്തോടുകൂടി ഇറങ്ങുകയാ. തറാവീഹിന് വേണ്ടി അവൻ ആരോഗ്യത്തോടുകൂടി ഓടുകയാണ് പള്ളിയിലേക്ക്. അല്ലാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും, മലായിക കണ്ടോ, മലായിക. അങ്ങനെ പോകുന്ന അള്ളാന്റെ അടിയാറുകളെ നോക്കിയിട്ടു, അള്ളാഹുവിന്റെ അടിയാറുകളെ നോക്കിയിട്ട് മുത്തഖീങ്ങളായ പരിശുദ്ധങ്ങളായ ഹൂർലിങ്ങൾ പറയും എത്രേ, യാ റബ്ബി ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. പടച്ചവനെ, ഈ പെണ്ണുങ്ങൾ, ഈ സാഹസ തരുണീമണികളായ ഹൂർലികളായ പെണ്ണുങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമെത്രേ. അന്ന് രാത്രിയിൽ പള്ളിയിൽ ഓടി വരുന്ന ആവേശത്തോടുകൂടി ഓടി വരുന്ന ആണുങ്ങളെ നോക്കിയിട്ടു ഹൂർലിങ്ങൾ പറയുമത്രേ, ഞങ്ങൾക്ക് ഭർത്താക്കന്മാരായിട്ടു സ്വർഗത്തിൽ നീ തരണേ അല്ലാ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് തരണേ അല്ലാ. ആരെ? റമളാൻ വരണമെന്ന് ആഗ്രഹിച്ച് എപ്പോൾ മുതലാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ശരിക്കും ഈ കഴിഞ്ഞ റമളാൻ കഴിഞ്ഞത് മുതൽ തന്നെ നമുക്ക് ആഗ്രഹിക്കണമെന്ന സ്വാലിഹീങ്ങളായ ആളുകൾ റമളാൻ കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. പിന്നെയുള്ള 6 മാസം അവരുടെ ദുആ റമളാനിലോട്ട് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്നാണ്. സ്വാലിഹീങ്ങൾ, നിങ്ങളെ പോലത്തെ പാപികളല്ല. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തലവാ ഉസ്താദ് പാടുന്ന പാട്ടെന്തെന്നറിയോ? ഹബീബായ തങ്ങളുടെ ഹദീസ് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടുകയാ, ഫർളാണ് റമളാൻ നോമ്പ് എന്ന് നീ അറിയണേ, ഒഴിവാക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ. ഉസ്താദ് പാടുകയാ, ഫർളാണ് റമളാൻ നോമ്പ് എന്ന് നീ അറിയണേ, ഒഴിവാക്കുന്നതും അവന് കുറ്റമാണെന്നോർക്കണേ. ബദനിന്റെ അമലിൽ അഫ്ളലു നിസ്കാരമാ, പിന്നീട് ശ്രേഷ്ഠത ഉള്ള അമലതു നോമ്പുമാ. പരിശുദ്ധ മാസം നാസ് വയർ നിറച്ചതാ, നിങ്ങൾ വിശപ്പ് സഹിച്ചു നോമ്പനുഷ്ഠിച്ചതാ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ
എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. ശംസും ഖമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുആയിരക്കുക നിത്യവും. മഹാനായ തഴവ ഉസ്താദ് പാടിയത് കേട്ടില്ലേ? റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. റമളാന്റെ ശ്രേഷ്ഠത എങ്ങാനും ഞാനും നിങ്ങളും അറിയും പോലെ അറിഞ്ഞിരുന്നെങ്കിലോ ഹബീബായ തങ്ങളെ പഠിപ്പിക്കുക. വശഹറുൽ മുവാസാതു വശഹറുസ് സബ്രി ശഹറു തിലാവ ശഹറു സിയാം ശഹറുൽ ഖിറാഅ ശഹറു തിലാവ ശഹറുൽ ഖിയാം. എന്തിന്റെയൊക്കെ മാസമെന്നറിയോ സഹോദരങ്ങളെ? വിശുദ്ധമായ ഖുർആൻ ഓതേണ്ട മാസമാ, തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാ, ഫർള് ഒഴിവാക്കാതെ കൊണ്ടു നടക്കേണ്ട മാസമാ, ഫർളിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കാൻ പറ്റാതെ കൊണ്ടു നടക്കേണ്ടതാ. ഖൽബിന്റെ ഉള്ളിൽ എങ്ങനെയാകണമെന്ന് അറിയുമോ? വിശുദ്ധമായ റമളാൻ എന്റെയും നിങ്ങളുടെയും കൽബങ്ങൾ എങ്ങനെയാകണമെന്നറിയുമോ? അല്ലാഹ് എന്നുള്ള ചിന്തയല്ലാതെ വേറൊരു ചിന്ത വരാൻ പാടില്ല. ആരുടെ റമളാനാ നബിയെ സ്വീകരിക്കപ്പെടുക? ആരുടെ റമളാനാ നബിയെ സ്വീകരിക്കപ്പെടുക? ഹബീബായ തങ്ങൾ മറുപടി കൊടുക്കുകയാ, സ്വഹാബാ ശുദ്ധിയായിട്ടു ഫിത്നയും ഫസാദും ഏഷണിയും പരദൂഷണവും പറയാതെ തഖ്വയോടെ ഈമാനോടെ ഒരൊറ്റ വഖത്ത് പോലും കളാക്കാതെ അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിച്ചു, മറ്റുള്ള സുന്നത്തുകൾ ളുഹാ നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു, സർവ്വ സുന്നത്തുകളും ഏറ്റെടുത്തുകൊണ്ടു രാത്രിയാകുമ്പോ തറാവീഹിന്റെ അകമ്പടിയോടുകൂടി അവൻ മുന്നോട്ട് പോവുകയാ. തറാവീഹ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാലും കുറച്ചു നേരം ഇരുന്ന് ഖുർആൻ ഓതുകയാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, ഒരല്പനേരം അവനിരുന്ന് ദുആ ചെയ്യുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. അത്താഴം കഴിച്ചിട്ട് അവൻ ഓടി പള്ളിയിലോട്ട് കടന്നു വരികയാ. പൊന്നു പെങ്ങളെ കേൾക്കണേ, സഹോദരിമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, റമളാനായാൽ രാത്രി മുഴുവനും പണിയെടുത്തിട്ട് രാവിലെ കിടന്നുറങ്ങാനുള്ള മാസമാണെന്നാണ് ചില ആളുകൾ കരുതി വെച്ചിരിക്കുക. രാത്രി മുഴുവനും തീറ്റിയോട് തീറ്റിയാണ്. രാവിലെ കിടന്ന് പോത്തുപോലെ ഉറങ്ങുന്നവൻ പറയുന്നു, ഞാനും 30 നോമ്പ് നോറ്റുവെന്നു. നിന്റെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട. അതിനല്ല റമളാൻ, അതിനല്ല റമളാൻ. റമളാൻ 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 എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാനുള്ള മാസമാണ് റമളാൻ. അധ്വാനിക്കാനുള്ള മാസമാണ് റമളാൻ. ഹബീബായ തങ്ങൾ എങ്ങനെയെന്നറിയുമോ? പരിശുദ്ധരായ നബി തങ്ങൾ എങ്ങനെയെന്നറിയുമോ? റമളാൻ മാസമായാൽ ഹബീബായ തങ്ങളും വിശുദ്ധമായ ഹബീബായ തങ്ങൾ പള്ളിയിലോട്ട് കയറുകയാ. ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഇരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നബിതങ്ങളോട് നബിതങ്ങൾ ആരോടും സംസാരിക്കാറില്ല. ഭൗതികമായ കാര്യങ്ങൾ ആരോടും നബിതങ്ങൾ പറയാറില്ല. ഒരൊറ്റ സഹാബാക്കളും റസൂലുള്ളാഹിനോട് വന്നിട്ട് ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാറില്ല. ഹബീബായ തങ്ങൾ എന്ത് ചെയ്യുമെന്നറിയുമോ? ഓരോ രാത്രിയിലും ജിബ്രീൽ കടന്നു വരികയാ. ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വിശുദ്ധമായ ഖുർആൻ അങ്ങ് പാരായണം ചെയ്യുകയാ. എന്തിനെന്നറിയോ അങ്ങനെ പാരായണം ചെയ്യുക? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ആ റമളാൻ ഖുർആൻ ഓതുകയാണ് വേണ്ടത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, റമളാൻ മാസം സമാഗതമായ തന്റെ ഇൽമിന്റെ എല്ലാ കിതാബുകളും അടച്ചു വെക്കുകയാ. ഷാഫി ഇമാം മാത്രമല്ല, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, അതുപോലെ സർവോപരി എല്ലാ മഹത്തുക്കളായ സ്വഹാബാക്കളുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോ ഖത്താദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ എങ്ങനെയെന്നറിയുമോ റമളാനെ കണ്ടിരുന്നത്? ഇൽമിന്റെ എല്ലാ മറ്റു ഗ്രന്ഥങ്ങളും അടച്ചു വെച്ചിട്ട് ഖുർആൻ അങ്ങ് എടുക്കുമ്പോ ഷാഫി ഇമാമിനോട് ശിഷ്യന്മാർ
ശിഷ്യന്മാർ ചോദിക്കുന്നു, ഉസ്താദ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് പഠിക്കണ്ടേ, ഇൽമു പഠിക്കണ്ടേ? ശാഫി ഇമാമ മക്കളോട് പറയും, മക്കളെ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ഞാൻ ഖുർആനായി ഇനി ഓതാൻ പോവുക. രാവിലെയാകുമ്പോൾ ഒരു ഖത്തം തീർക്കും മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ, രാത്രിയാകുമ്പോൾ ഒരു ഖത്തം തീർക്കും. രാവിലെയും രാത്രിയുമായിട്ട് 2 ഖത്തമാ, 2 ഖത്തം തീർക്കും. 30 ദിവസമാകുമ്പോ 60 ഖത്തം തീർക്കുമായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളെങ്കിലും. ഹബീബായ തങ്ങളുടെ അടുക്കൽ മഹാനായ ജിബ്രീൽ വന്നിട്ടു എല്ലാ രാത്രിയിലും ഖുർആൻ ഓതി കേൾപ്പിക്കും. ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, വഫാത്തിന് മുമ്പുള്ള റമളാനിൽ ജിബ്രീൽ വന്നു, അവസാനത്തെ 2 ഖത്തം ഓതി തീർത്ത് കേൾപ്പിച്ചു തന്നു. പഠിക്കണം സഹോദരാ, എങ്ങനെയാ റമളാനെ ബഹുമാനിക്കേണ്ടത്? രാത്രി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു, അത്താഴം കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ വാ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടു, സുബഹി നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവിലേക്ക് തിരി. എങ്ങനെയെന്നറിയോ? ആ ഷെൽഫിൽ ഇരിക്കുന്ന ഖുർആൻ എടുക്കു പെങ്ങളെ, ആ ഷെൽഫിൽ ഇരിക്കുന്ന ഖുർആൻ എടുക്കു പെങ്ങളെ. എത്ര നാളായി ഖുർആൻ ഓതിയിട്ടു? ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുക, പള്ളിയിലെ കാരണവന്മാര് പലപ്പോഴും വന്ന് ഖുർആൻ എടുത്തൊരൽപ്പം ഓതുമായിരിക്കും. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇന്ന് പള്ളി ഇരിക്കാൻ ആളില്ലാത്ത പള്ളികളായി മാറി. എന്റെ പ്രിയമുള്ളവരെ, എടുത്തുള്ള പല്ലാരിമംഗലത്ത് ഓതിയതായി സാധുവായ ഞാൻ 180 കൊല്ലം പഴക്കമുള്ള പല്ലാരിമംഗലം പള്ളി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇശാ മഗ്രിബിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നെന്നറിയോ? പ്രായമുള്ള ഉപ്പമാരവിടെയുണ്ട്. എത്ര പേരുണ്ടെന്നറിയുമോ? ധാരാളം പിതാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അകമ്പള്ളി ഇരുന്ന് ഖുർആൻ ഓതുകയാ. എന്തൊരു ഭംഗിയെന്നറിയോ കാണാ. ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ഇപ്പുറത്തിരുന്ന് ദീൻ ഓതി പഠിക്കും, വിശുദ്ധമായ ദീൻ പഠിക്കുമ്പോ സാധുക്കളായ ആലിമീങ്ങൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാ. എവിടെ അങ്ങനെയുള്ള പള്ളികൾ? എവിടെ അങ്ങനെയുള്ള നാടുകൾ? എവിടെ? സൗത്ത് ബിടവൂര് പള്ളിയുടെ അകത്തുള്ള ഇശാ മഗ്രിബിന്റെ ഉള്ളിടയിൽ ആരെങ്കിലും ഇരിക്കാറുണ്ടോ? അങ്ങനെയില്ല എങ്കിൽ നാട് അധപ്പതിച്ചു പോവാ. വേറെ വഴിയൊന്നും വേണ്ട വാപ്പാ. പള്ളികൾ തകർക്കപ്പെടുന്നു. ഗ്യാൻവാപി പള്ളി ഇതാ പൊട്ടിപ്പൊളിക്കാൻ പോകുന്നു. ബാബരി മസ്ജിദ് തകർത്ത് കഴിഞ്ഞു. ഇപ്പോഴും 700-800ഓളം പള്ളികൾ തകർക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ ലിസ്റ്റ് ഇടുമ്പോ നമ്മുടെ പള്ളികളുടെയൊക്കെ അവസ്ഥ എന്താ? സഹോദരങ്ങളെ, കേരളക്കരയിലും എത്രയോ പള്ളികൾ ചൂണ്ടിക്കാട്ടുന്നു അവരുടെ അമ്പലമാണെന്നോ. അമ്പലമാക്കുന്നതല്ല അവരങ്ങനെ പറയുമ്പോ, അതല്ല ഞങ്ങളുടെ പള്ളി പള്ളിയാണെന്ന് പറയാം. പള്ളിക്കകത്ത് ആളുകൾ വരണം സഹോദരങ്ങളെ. എത്ര പള്ളി എന്നറിയോ? കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കുക. റമളാൻ മാത്രം, പെരുന്നാൾ മാത്രം, വെള്ളിയാഴ്ച മാത്രം തിങ്ങി നിറയാൻ വേണ്ടിയാണോ പള്ളികൾ ഇങ്ങനെ കോടികൾ മുടക്കി കെട്ടിപ്പൊക്കുന്നത്? ആർക്ക് വേണ്ടിയാ ഇങ്ങനെ നാടുകൾ ഇങ്ങനെ പൈസ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് കോടികൾ മുടക്കി പള്ളി ഉണ്ടാക്കിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറം മാറി പിന്തിരിക്കുന്ന കാലഘട്ടം വരും സ്വഹാബ. അങ്ങനെ വന്നാൽ ലോക അവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കടന്നുവാ. സൗത്ത് ബിടവൂരിലെ എന്നെ ചെറുപ്പക്കാരോടാ ഞാൻ പറയാ, പള്ളിയെ പുറങ്കാല കൊണ്ട് ചവിട്ടിയേറിയല്ലേ, ഒരൊറ്റ സുബഹിയും മുടക്കല്ലേ, ഒരൊറ്റ സുബഹിയും കളാക്കല്ലേ. എടാ, അങ്ങനെയുള്ളവന് റമളാനില്ല, അങ്ങനെയുള്ളവന് നോമ്പിന്റെ കൂലിയില്ല. ഒരൊറ്റ വഖത്ത് പാഴാക്കിയിട്ടാണ് നിന്റെ റമളാനെങ്കിൽ റമളാൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കില്ല. എന്റെ പെങ്ങളെ, സാക്ഷി നിൽക്കൂല. ഓരോ റമളാൻ കടന്നു വരുമ്പോഴും മിമ്പറിൽ തുടങ്ങുന്നൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹരി അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹരി. ഈ മാസമുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, നീ ആക്കി തരണേ അല്ലാഹ്. അനുകൂലമായി സാക്ഷി നിൽക്കുന്നൊരു മാസമാക്കി തരണേ അല്ലാഹ്. ഷാഹിദല്ലനാ. ഒരു 10 ദിവസവും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഉസ്താദ് പറയും ഷാഹിദല്ലനാ. അനുകൂലമായി സാക്ഷി പറയാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ലാ ഷാഹിദൻ അലൈനാ. എതിരെ സാക്ഷി പറയുന്ന റമളാനാക്കല്ലേ അല്ലാഹ്. എതിരെ എങ്ങാനും സാക്ഷി പറഞ്ഞാലോ സൗത്ത് ബിടവൂരിലെ വാപ്പാക്ക് ഉറപ്പുണ്ടോ? 40 വയസ്സായ വാപ്പ ഇവിടെ ഉണ്ടല്ലോ, 50 വയസ്സായ വാപ്പ ഇവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ റമളാൻ നിങ്ങളുടെ പാപം പൊറുക്കപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ വാദ് പറയുന്ന എനിക്ക് കഴിയുമോ?
പെങ്ങളെ നിങ്ങൾക്ക് കഴിയുമോ? കഴിഞ്ഞുപോയ റമളാനല്ല, എനിക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പറ്റുന്ന റമളാനാ. ഞാൻ ഫിത്ന പറഞ്ഞിട്ടില്ല, ഞാൻ ഹറാം കണ്ടിട്ടില്ല, ഞാൻ ഹറാം കേട്ടിട്ടില്ല, ഞാൻ സിനിമ കണ്ടിട്ടില്ല, സീരിയൽ കണ്ടിട്ടില്ല. ആ ഹറാമിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത റമളാൻ എന്ന് പറയാൻ ഒരു റമളാൻ ഉണ്ടോ വാപ്പാ? ഒരു റമളാൻ ഉണ്ടോ നമ്മുടെ മുന്നില്? റമളാനായാലും നന്നാവാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ. എന്റെ സഹോദരങ്ങളെ, ഗൗരവമാ. ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? ബഅദമൻ അദ്റക റമളാൻ മാസം എത്തിയിട്ട് ഒരുവന്റെ പാപം പൊറുത്തില്ലെങ്കിൽ, റമളാൻ മാസമായിട്ട് ഒരുവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് മിമ്പർ കേറിയപ്പോ ജിബ്രീലാ ദുആ ചെയ്യുന്നത്, ഹബീബായ തങ്ങളാ ആമീൻ പറയുന്നത്. പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് റബ്ബേ അല്ലാഹു അവനെ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോ ആമീൻ പറഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫ